Never been one to ask for help. If I need a mountain moved, to move it myself. I ain't the church pew regular, twice on Sunday, quote you the scripture kind. I'm far from a preacher, but I'm a believer. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിലങ്ങ് മറ്റു വംശത്തെ മനുഷ്യനെ സ്ഥിരമായി സൃഷ്ടിച്ചുകൊണ്ട് വിശുദ്ധാനന്ദ എല്ലാം ജീവനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനല്ല അവനെപ്പോഴും സഖി അങ്ങനെ വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരടി ചെയ്തുകൊണ്ട് സൃഷ്ടിച്ചു നൽകുകയും അവരുടെ താമസത്തിൽ അനുഭവിക്കുന്നത് അങ്ങ് വിവാഹിതരാമങ്ങളുടെ ഇതിനെയും അനുഗ്രഹിക്കണമെന്ന് ഞാനായാലും സംബന്ധിച്ച് നമ്മളുടെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഒരു കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്ന് ഒരു കുടുംബത്തിൻ്റെ കാരണക്കാരനെ മലയോസേപ്പ് ദൈവമാതായ പശുരഞ്ജമനങ്ങളുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യജീവിതം ജയകരമാകാനും പ്രാർത്ഥിക്കണം. ഇവരുടെ പേരിന് കാരണമായിരിക്കുന്ന വിശുദ്ധരെ കാവൽമാലാകന്മാരെ ഇവരെ വിശുദ്ധരും സുരക്ഷിതമായി കാത്തുകൊള്ളണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സദയം അനുഗ്രഹിക്കണമേ. മാതാപിതാക്കന്മാരും മാതാപിതാക്കന്മാരും മറ്റുകാരന്മാരും മണവാളനെ തലയിൽ കൈവച്ച് ആശീർവദിക്കുന്നു. മകനെ അഭിനയത്തെയും സഹായം അനുഗ്രഹിച്ച് ദൈവം തന്നെ അനുഗ്രഹിച്ചിട്ട് ദൈവത്തിലെ ശ്രദ്ധിക്കുക. Every anxious thought that steals my breath, it's a heavy weight upon my chest. As I lie awake and wonder what the future will hold, help me to remember that you're in control. You're my courage when I worry in the dead of night. You're my strength 'cause I'm not strong enough to win this fight. You are greater than the battle raging in my mind. I will trust you, Lord. I will fear no more. I will lift my eyes, I will lift my cares, lay them in your hands, I'll leave them there. When the wind and waves are coming, you shelter me. Even though I'm in the storm is not in me. Sunshine, you're my best times, you're my anomaly, and I'd choose you in 100 lifetimes. I'd choose you in 100 worlds. I'd find you, and I'd say I do for the rest of my life. With all that I have, I do, and I will
every day, every moment, every breath you take. ഇവരുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കാം, സ്വപ്നങ്ങളെ സമർപ്പിക്കാം. ഒരിക്കലും പോകുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Oh
ഈശോയും ശിഷ്യന്മാരും വീതിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീതിയിൽ നിന്ന് പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീട്ടില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമുണ്ട്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ ഓരോന്നിലും 2 or 3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയിൽ പക്കോളം നിറച്ചു. ഇനി പകൽ കലവറക്കാരനെ അടുത്തുകൊണ്ട് ചെയ്യുമെന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീണായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിയില്ല. എന്നാൽ വെള്ളം കൂടിയ പരിചാരകരായിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നേരത്തെ വീട്ടിൽ ആദ്യം കണ്ടു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നത്, എന്നാൽ നീ നല്ല വീടിനെ ഇതുവരെ സൂക്ഷിച്ചു വെച്ചു. ഈശ്വരന്റെ മഹത്വം വെളിപ്പെടുത്തി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിന്റെ കാര്യം ചെയ്ത കഴിയുന്നത്. അവരെ ശിഷ്യന്മാർ അവരെ വിശ്വസിച്ചു. ഒരു വിശുദ്ധമായ ഉദാസിക്ക് സാക്ഷി വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ മണവാട്ടിയുമായി തെരഞ്ഞെടുക്കപ്പെട്ട നിതിനും ജോസി കുറെ നാളത്തെ പ്രാർത്ഥനകൾക്കും ഒരുക്കങ്ങൾക്കും ശേഷം വിവാഹമെന്ന ഉദാസിയ ഈശോയോടൊപ്പം ഈ ഉദാസിയെ ഒന്നായി ചെയ്യുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സുദിനമാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു വിവാഹ ജീവിതത്തിലേക്കുള്ള എല്ലാവിധ മംഗളങ്ങളും സ്നേഹവും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഒരു കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ വിവാഹത്തിന്റെ ആഘോഷങ്ങൾ ക്രമീകരിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ഒരുപാട് പല സമയങ്ങളിൽ വീട്ടിലിറങ്ങി കാര്യങ്ങളൊക്കെ എഴുതിപ്പിക്കാൻ ഒരു സൈക്കിളിയാണ് യാത്ര അനുഭവപ്പെടുത്തിയൊക്കെയാണ്. അപ്പോൾ വളരെ തീക്ഷ്ണതയോടെ കൂടി പള്ളിയുമായി ചേർന്നിരിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് കാണാൻ സാധിച്ചത്. ഇതിനോട് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ മാതാപിതാക്കളെ അവർ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ മാതൃകകളും കുടുംബജീവിതത്തിൽ നീ എപ്രകാരം വളരണമെന്നും നിനക്ക് എങ്ങനെ മാതൃകയാക്കണമെന്നും നിന്റെ മാതാപിതാക്കളിലേക്ക് ബോധ്യപ്പെടുത്തി. വേറൊരു മാതൃക നോക്കി നിന്റെ വളർത്തി വലുതാക്കിയ അച്ഛൻ ജോൺസി. അതുപോലെ തന്നെയാണ് ജോൺസിയോട് പറയുക, നിങ്ങൾ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ ആ ഒരു വഴി മറന്നു പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ആഘോഷങ്ങളും ആർഭാടങ്ങളും സന്തോഷവും ഒക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ വിവാഹത്തിന്റെ ഒരു പുതുമകൾ നഷ്ടപ്പെടും. പിന്നീട് യഥാർത്ഥ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നുവരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന വിവാഹ ജീവിതത്തിൽ നിന്ന് വളരെ പ്രാർത്ഥിക്കും, പ്രതിജ്ഞ 10 ദിവസത്തേക്കുള്ള മരണങ്ങളുടെ പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞയിൽ പറയുന്നത് സന്തോഷത്തിലും ദുഃഖത്തിലും വേദനയിലും എല്ലാം ഈ ഒരുമിച്ചാണ്. ഇനി നിങ്ങൾക്ക് വ്യത്യസ്തമായി നിലനിൽക്കാൻ പറ്റില്ല. 2 രീതിയിൽ ഒരു ട്രാക്കിലൂടെ പോകണം. അവിടെയാണ് വിവാഹ ജീവിതത്തിന്റെ ആ ഒരു രഹസ്യാർത്ഥം നമ്മുടെ ലേഖനത്തിൽ വായിച്ചു. ഇതൊരു വലിയ രഹസ്യമാണ്. ദൈവമാണ് നിങ്ങളെ ഒരുമിച്ചെന്നുള്ള ആ ഒരു വലിയ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ രഹസ്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ വിവാഹ ജീവിതത്തിന്റെ മനോഹാരിത പങ്കുവയ്ക്കാൻ സാധിക്കും. അവിടെ ഈശോയ്ക്ക് നിങ്ങൾ പ്രഥമ സ്ഥാനം കൊടുക്കണം. ആദ്യമേ തന്നെ ഈ വിശുദ്ധമായ ഉദാസികളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നേടുകയാണ്. നമ്മളിത് വായിച്ചു കേൾക്കാൻ സൂക്ഷിച്ചതാണ് കാനായിലെ വിവാഹങ്ങൾ. എല്ലാ വിവാഹങ്ങൾക്കും വായിക്കാനുള്ള ഒരു സുവിശേഷം. എല്ലാ വിവാഹ
ഈ വചനഭാഗമാണ് വായിക്കാറുള്ളത്. ഈ വചനഭാഗത്തിന്റെ വളരെ വ്യത്യസ്തമായ ഇടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന നന്മയെ കുറിച്ചാണ് കാനായിലെ വിവാഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. യഹൂദ സംസ്കാരത്തില് വീഞ്ഞേക്കുള്ള ആ ഒരു വസ്തു വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അത് നഷ്ടപ്പെട്ടു അറിഞ്ഞില്ല. ആ വിവാഹത്തിൽ വളരെ ശ്രേഷ്ഠമായി വിളമ്പിയിരുന്ന ആ വിഭവം നഷ്ടപ്പെട്ടു പോയത് അറിഞ്ഞില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ മൂല്യമായി കരുതിയ പലതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷെ പരിശുദ്ധ അമ്മ ആ ഭവനത്തിൽ ഉള്ളതുകൊണ്ട് അമ്മ കണ്ടെത്തിയില്ല അവരെ വീതിയില്ലാതായിരിക്കും. പരിശുദ്ധ അമ്മയെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുത്ത് അമ്മയെ സഹായത്തിനായിട്ട് എന്നും വിളിക്കുന്ന ആ ഒരു കുടുംബ പ്രാർത്ഥനയുടെ ചൈതന്യം ജീവിതത്തിലാണ്. ആദ്യം തന്നെ ആദ്യമായി പറയാനുള്ളത് വിശുദ്ധമായ കുടുംബ പ്രാർത്ഥനകൾ ഉടനാതിരിക്കുക. എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയെന്ന് ഈ പരിശുദ്ധ അമ്മയെ ഓർമ്മിച്ചു. മറ്റൊന്ന് ഈ വായിച്ച സുവിശേഷമാകട്ടെ ഈ വീതി തീർന്നു. പിന്നെ വക്കോളം വെള്ളം നിറച്ചു. വക്കോളം വെള്ളം നിറച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഈ വെള്ളം വീഞ്ഞായി മാറിയപ്പോഴാണെന്ന് വചനം പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷ പ്രകാരം ഈശോ ആദ്യമായിട്ട് അത്ഭുതം ചെയ്തു എന്ന് പറയുന്നത് ഈ കാനായിലെ വിവാഹത്തിലാണ്. ഈ വിവാഹത്തിന്റെ പ്രത്യേകത മറ്റു അത്ഭുതങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈശോ കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ചേഷ്ടകളൊന്നും ഈശോ പറയുന്നില്ല. ഈശോ പറയുന്നത് വക്കോളം വെള്ളമായി. ഇനി അത് കലവറക്കാരുടെ അടുത്തേക്ക് സ്നേഹമുള്ളവരെ പോകുന്ന വഴികളിൽ എവിടെയൊക്കെയോ വെച്ച് ഈ വെള്ളം വീഞ്ഞായി മാറി. വക്കോളം വരയ്ക്കാനുള്ള അവരുടെ ആഗ്രഹത്തിന്റെ തുറവിയാണ് ആ ഒരു അത്ഭുതത്തിന് കാരണമാണ്. ക്രിസ്തുവിനുള്ള ഒരു തുറവിയുടെ ജീവിതത്തിലാണ്. അപ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതം വീട്ടിൽ പോലെ മധുരമാണ്. രണ്ട് കാര്യങ്ങളാണ് ഓർമ്മപ്പെടുന്നത്. പരിശുദ്ധ അമ്മയുടെ സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന നന്മകളെ പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിച്ചു. മറ്റൊന്ന് ഈശോയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുക്കുക. പരിശുദ്ധ അമ്മയും ഈശോയും നിങ്ങളാകുന്ന വീഞ്ഞിനെ മധുരമായ വീഞ്ഞാക്കി വിശുദ്ധമായ രുചിയായി പകരുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് ഈ പ്രീതിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വിജയകരമായി അങ്ങനെ ശാന്തിയും സമാധാനവും ഇവരിൽ കിടക്കുകയും അങ്ങനെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യകിരീടത്തിലുമായി ആദരാക്കുകയും ചെയ്യണം. അങ്ങനെ സ്നേഹത്തിൽ നടത്താവുകയും കുടുംബാംഗങ്ങളെയും തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ഇവരെ സ്നേഹത്തിൽ ഈ കുദാശ ചെയ്യുവാൻ അങ്ങനെ ആശ്വാസത്തിനാണ് അങ്ങനെ പിതാവ് സ്വന്തമായി ചെയ്യണം. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. വിവാഹ ഉടമ്പടിയാണ്. വിവാഹ ഉടമ്പടിക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിക്കനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടെ പൂർണ്ണമായ സമത്വത്തോടുകൂടി ജോസി നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു.
ജോസി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായി പൂർണ്ണമായി സമൂഹത്തിൽ പോയി വിധിനെ എന്റെ ഭർത്താവായി സ്വീകരിക്കുമോ? സാക്ഷികൾ നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടി അടയാളമാണ് പരസ്പരം കരങ്ങൾ ചേർത്തിരിക്കുക. അപരാധത്തെയും സിംഹാസനത്തെയും യാതൊരു നിങ്ങളോടുകൂടി സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം കഴിക്കുവാനുള്ള നിങ്ങൾ വിവാഹത്താൽ ബന്ധിക്കുവാനും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ നിർമ്മിക്കുന്ന ഈ താരി ഐക്യമായ താരി അഭീതിമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയും ഇവരുടെ ബുദ്ധിമാരുടെ ജീവിതത്തിൽ സന്തോഷത്തോട് സഹിക്കുവാനും പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ ഉചിതമായി നിർദ്ദേശിച്ച് ഇവരുടെ ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമാക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഇത് ബുദ്ധിമാന്റെ സ്നേഹത്തെയും വിശ്വസ്തതയും അടയാളമായി ഇവർ പരസ്പരം നൽകുന്ന ഈ മൂല്യങ്ങൾ ആശീർവദിക്കുക. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൃപാവരത്തിന്റെ അനശ്വരത്താൽ മനുഷ്യാത്മാവിനായി കഴിയുന്ന കാരുണ്യവാനായ കർത്താവിനെയും അവനെ ആശീർവദിക്കുക. പൂർണ്ണമായ ആത്മസമർപ്പണം പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഇത് ബുദ്ധിമാനെയും നിന്റെ മണവാട്ടിയായ മഹത്വത്തിന്റെ വസ്തുക്കൾ വിശകലനായി ഈ ലോകത്തെ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ മഹത്വത്തിന്റെ വസ്തു ചെയ്യുവാൻ ഇവരെ നൽകുകയും ചെയ്തു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാവുന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ എപ്പോഴും നിങ്ങളുടെ കർത്താവും സംരക്ഷകനുമായി തീരട്ടെ. ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിലനിൽക്കുകയാകട്ടെ. മാനസികവും ശാരീരികവുമായ ഭൗതികമായ അവിടുന്ന് വിളിച്ചത് ദൈവത്തിന് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധീകമാകുന്നതിനും നയിക്കുന്നതിനും അവിടുന്ന് സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ
We
നിന്റെ കാരുണ്യത്തെക്കുറിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പ്രാർത്ഥിക്കുന്നു. Just as I am, you welcome me. With open arms, how can this be? My guilt is undone, my past is untethered. I leave it behind and run to my Father. There is no disappointment in your eyes. There is no shame, there is only pride. I am loved, Father, I'm loved by you. So unreserved, your heart for me. My fear is gone, I am set free. There's nothing to hide, there's nothing to measure. 'Cause I am your child, and that's all that matters. Oh, there is no disappointment in your eyes. There is no shame, there is only pride. I am loved, Father, I'm loved by you. There is no distance in your embrace. Over and over again you say, I am loved, Father, I'm loved by you. Oh, I am loved, Father, I'm loved by you. You are changing everything. You are changing everything. I believe it, I receive it. You are changing everything. You are changing everything. You are changing everything. Oh no, did I get too close? Oh, did I almost see what's
സോ നിതിൻ ജോൺസിനൊക്കെ രണ്ടുപേരുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസം അല്ലേ? കുറച്ച് നാളെ വെയിറ്റ് ചെയ്യുന്നു, പിന്നെ കുറച്ച് നാളെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി. ആൻഡ് ഫൈനലി ദ ഡേ അറൈവ്സ്. അവരുടെ ഏറ്റവും മനോഹരമായ ഇത്രയും സുന്ദരമായ ഒരു ദിവസം ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. സുബന്ധ തോന്നുന്ന നിതിൻ ജോൺസിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. പുതിയൊരു ലൈഫ് അല്ലേ, ഇന്ന് തൊട്ട് പുതിയൊരു ലൈഫാണ്. ജീവിതത്തിലെ ഏത് സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം ഒരുമിച്ച് ഷെയർ ചെയ്യാനായിട്ട് ഒരു പാർട്ട്ണറെ കിട്ടിയിരിക്കുകയാണ് ഫോർ എവർ. സോ എന്ത് തോന്നുന്നു നിതിൻ? വളരെ സന്തോഷം. ആൻഡ് ജോംസി ഹാപ്പിയാണ്. ഓക്കെ, രണ്ടുപേരും തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷത്തിലാണ്. ഇവരെ പോലെ തന്നെ നമ്മളെല്ലാവരും ഒരുപാട് ഹാപ്പിയാണ് അല്ലെ? നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് ഇന്നിവിടെ വന്നിട്ടുള്ളവരെല്ലാവരും തന്നെ ഇവർക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവുക. കൊറോണ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇന്ന് വരാനായിട്ട് പറ്റില്ല. സോ ഏറ്റവും അടുത്ത് നിൽക്കുന്ന എല്ലാ ബന്ധുക്കളും ഇന്ന് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. സോ ഇതിൽ കൂടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ എല്ലാവരുടെയും സന്തോഷവും നമ്മുടെ എല്ലാവരുടെയും ആശംസകളും എല്ലാം അറിയിച്ചുകൊണ്ട്
രണ്ടുപേർക്ക് ഒന്നുകൂടി നല്ലൊരു കൈയ്യടി കൊടുക്കുക അല്ലെ? നമ്മുടെ എല്ലാ സന്തോഷ സ്നേഹം അറിയിച്ചു. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തൊട്ട് അപ്പുറത്ത് നിൽക്കാണ്. സോ കയ്യിലൊരു ഫ്ലവർ ഇല്ലേ, ഒരു ബൊക്കെ ഉണ്ടല്ലോ. സോ ബൊക്കെ ജോംസിക്ക് കൊടുത്തുകൊണ്ട് ഇന്ന് എന്താണ് നമ്മുടെ ജോംസിയോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റിൽ എന്താണ് ജോംസിയോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? അത് ആ ബൊക്കെ നിങ്ങൾക്ക് ജോംസിക്ക് കൊടുത്തുകൊണ്ട് പറയാം അല്ലെ? ഇനി ഇങ്ങനൊരു പൂ തന്നിട്ട് എനിക്കൊരു പൂക്കാലത്തിനെ തന്നെ അല്ല. ജോംസി തിരിച്ച് ഒരു പൂക്കാലം തന്നെ തിരിച്ചു കൊടുക്കണം എന്നാണ് നമ്മുടെ നിതിൻ പറഞ്ഞിരിക്കുന്നത്. ജോംസി എന്താണ് റിപ്ലൈ, എന്താണ് മറുപടി പറയാനുള്ളത്? കൊടുത്തിരിക്കും. ഓക്കെ, അത് കൊടുത്തിരിക്കും, തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. ഓക്കെ, താങ്ക് യു. സോ നൗ ഇനി ഞാൻ അധികം വൈകിക്കുന്നില്ല. നമ്മുടെ നിതിൻ ആൻഡ് ജോംസി രണ്ടുപേരെയും ചെറുതായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എല്ലാവരും നിന്നും ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തു ആൻഡ് ബിടെക് കംപ്ലീറ്റ് ചെയ്തത് മെക്കാനിക്കൽ NI കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇൻ അമർവില്ല ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആൻഡ് ഇപ്പോൾ മറൈൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. മെർച്ചന്റ് നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്, എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് here is ജോംസി ജോർജ്. She is from അരിക്കാടൻ ഫാമിലി. അരിക്കാടൻ തറവാട്ടുകാരാണ്. കംപ്ലീറ്റഡ് ബിടെക് ജ്യോതി കോളേജിൽ നിന്നും ബിടെക് കംപ്ലീറ്റ് ചെയ്തു. And she was working as a process associate in Calculus Technologies Private Limited, Paravtani. Work ചെയ്യുകയായിരുന്നു and Paravtani. Alright, so നിതിൻ and ജോംസി രണ്ടുപേരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. രണ്ടുപേരും മാത്രം മതിയോ സ്റ്റേജിൽ? ഒരുപാട് സ്പേസ് ഉണ്ടല്ലേ? എല്ലാവരും വിളിക്കണം. എല്ലാവരും ഉണ്ടെങ്കിലാണ് അവർക്ക് ഇന്ന് കുറച്ചും കൂടി ഒരു ധൈര്യം എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും നമ്മുടെ നിതിൻ്റെ ജോംസിയുടെയും കുടുംബാംഗങ്ങളെയാണ് അടുത്ത സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇത്രയും നാളും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു, ഇവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എന്നും ഒരുമിച്ചുണ്ടായിരുന്നു. ഇവരുടെ സ്ട്രെങ്ത് ആൻഡ് ഇവരുടെ എല്ലാമായ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സോ നിതിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഫാദർ മിസ്റ്റർ ജോസ് പിയർ ആൻഡ് മദർ മിസസ് വത്സ ജോസ് രണ്ടുപേരെയും നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. എല്ലാവർക്കും മിസ്റ്റർ ജോസ് പിയർ ആൻഡ് മിസസ് വത്സ ജോസ്. ഇതിന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഫാദർ മദർ മിസ്റ്റർ ജോസ് ആൻഡ് മിസസ് വത്സ ജോസ് രണ്ടുപേരും ഒപ്പമുണ്ട്. ആൻഡ് മിസ്റ്റർ ജോസ് പിയർ ഈസ് ഡൂയിങ് ബിസിനസ് ആൻഡ് മിസസ് വത്സ ജോസ് ഹോം മേക്കർ, ഹൗസ് വൈഫ് ആണ്. ഓൾറൈറ്റ്, സോ നെക്സ്റ്റ് നിതിൻ ബ്ലെസ്ഡ് ടു ഹാവ് 2 sisters. 2 sisters ആണ് ഇതിന് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ടുള്ളത്. സോ രണ്ടുപേരെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് മിസസ് സിൻസ ആൻഡ് ഹസ്ബൻഡ് മിസ്റ്റർ ബിനോയ് അലോങ് വിത്ത് യുവർ ചിൽഡ്രൻ. ജോംസി ജോസ് ഫാദർ മിസ്റ്റർ ജോർജ് മേയർ ആൻഡ് മദർ മിസസ് സിലി ജോർജ് രണ്ടുപേരെയും അതിൻ്റെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ജോണിന് നമുക്ക് സ്പെഷ്യൽ ഒരു കൈഡി കൊടുക്കാല്ലേ? ഒറ്റയ്ക്കാണ് വരുന്നത്. സോ നല്ലൊരു കൈഡി കൊടുക്കുന്നത്. അടിപൊളിയാണ്. ഓക്കെ, സോ നിതിൻ അടിപൊളി ചേട്ടനൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ 2 ചേച്ചിമാരുണ്ട്. അപ്പൊ ചേച്ചിമാരെടുത്ത് ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറ്. എന്താണ് നമ്മുടെ നിതിന്റെ ഏറ്റവും നിങ്ങളുടെ ഓർമ്മയിലുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓർമ്മ എന്താണ് നമ്മുടെ നിതിനെ കുറിച്ച് പെട്ടെന്ന് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ? മൈക്ക് കൊടുക്കും. ഇക്കാരോട് ചേച്ചിമാർക്ക് പെട്ടെന്ന് ഒരു ഓർമ്മയൊക്കെ പറയാൻ പറ്റുമോ? സാറിനോട് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നല്ലൊരു മെമ്മറി നമ്മുടെ നിതിന്റെ? സിമ്പിളായിട്ട്
ജീവിതത്തിലുള്ള ഏറ്റവും സന്തോഷമായത് ജനിച്ച ദിവസം. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസം. ഇവരുടെ ഫാമിലിയിൽ ഉണ്ടാവുകയില്ല. രണ്ട് സിസ്റ്റേഴ്സ് ആണ്. ആൻഡ് ഒരു മകൻ ജനിച്ച ആ ഒരു ദിവസം തന്നെയാണ് ഏറ്റവും നല്ലൊരു ഓർമ്മ. സോ താങ്ക് യു സോ മച്ച്. നിതിനും ജോസിക്കും വേണ്ടി ഒരു ബ്യൂട്ടിഫുൾ കേക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ വെൽക്കം, പ്ലീസ് കം ഫോർവേഡ്. രണ്ടുപേരും ഫ്രണ്ടിലേക്ക് കടന്നു വരാം. families also follow the same tradition. ദേശനാഥൻ അദ്ദേഹത്തിന്റെ അത്ഭുതം പ്രവർത്തിച്ചത് കാനായിലെ കല്യാണവരിൽ വെച്ചാണ്. ഇന്ന് വരെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതെല്ലാം ഒരു സെയിം ട്രഡീഷനാണ്. സോ ഇവിടെ വൈൻ ഗ്ലാസസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ വൈൻ ഗ്ലാസസ് കൈമാറുന്നതിനായി വെൽക്കം നിതിൻസ് മദർ, മിസ്സസ് വത്സ ജോർജ് ആൻഡ് ജോൺസസ് മദർ, മിസ്സസ് സിനി ജോർജ്. ഫാമിലി ഫോട്ടോ ഉണ്ട്, അതിനായിട്ട് രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ്. ഇത് കൂടാതെ എന്തൊക്കെയാണ് രണ്ടുപേരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? പാട്ട് പാടാനാണോ, ഡാൻസ് ചെയ്യാനാണോ, എന്തൊക്കെയാണ് ടാലന്റ് രണ്ടുപേരും?
നിതിൻ പാട്ട് പാടും, ജോംസി ഡാൻസ് ചെയ്യും. യെസ്, നമ്മുടെ ജോംസി നന്നായി പടം വരയ്ക്കുന്ന കൂട്ടത്തിലാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരച്ചു കൊടുത്തിട്ടുണ്ടാവും നിതിന്റെ പടം ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് കാണാനായിട്ട് യാതൊരു വഴിയില്ല. അപ്പൊ വേറൊരു കഴിവ് പറഞ്ഞ് ഡാൻസ് ചെയ്യുന്നത്. നിതിൻ പാട്ട് പാടുന്ന നമ്മുടെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. പാട്ട് പറഞ്ഞപ്പോ ഇങ്ങനെ നല്ല സപ്പോർട്ട് വന്നിട്ടുണ്ട്. നമ്മള് കയ്യിലേക്ക് അടിച്ച് നല്ല സപ്പോർട്ട് ഉണ്ട്. സോ എന്തായാലും ഈ ഒരു ദിവസം ഇപ്പൊ ഒരുപാട് നാൾ കഴിഞ്ഞാലും നമ്മള് ഇതിന്റെ പാട്ടൊക്കെ നമ്മൾ നക്ഷത്രപ്പൂവേ നവരാത്രി പൂവേ അഴകി പൂഞ്ചോലാടാൻ നീയെങ്കിൽ നിൻ ജന്മം വേനൽ കനവായി പോയി പോയേ നീയെങ്കിൽ സ്വപ്നം പോലും മീനൽ കതിരുകളായി പോയേ. ഇഷ്ടപ്പെട്ട പാട്ട് ജോംസിക്ക് വേണ്ടി മാത്രമുള്ള ഡെഡിക്കേഷൻ ആയിരുന്നു. തിരിച്ചു പാടി കൊടുക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല. ജോംസി ചേച്ചി വളരെ സപ്പോർട്ടാണ്. അതിന്റെ നന്നായി പാട്ട് പാടുന്നു പറയുന്നത്. ഇപ്പൊ ജോംസി നന്നായി ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്നു പറയുന്നുണ്ട്. എന്താണ്, ഡാൻസ് ആണ്, ആക്ടിങ് ആണോ ചെയ്യാറ് ജോംസി? അതെ, നമ്മുടെ നിതിനാണ് ഇപ്പൊ ഓൾമോസ്റ്റ് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ചെയ്തു തരാൻ കുറെ. അപ്പൊ നമുക്ക് ഇനി ഞാൻ ജോംസിക്ക് ഒരു ചാൻസ് തരാണ്. ജോംസി ഇപ്പൊ എന്താണ്, നിതിൻ നല്ലൊരു പാട്ട് പാടി തന്നു, ആൻഡ് ഫെസ്റ്റ് നല്ലൊരു ബൊക്കെ തന്നു, നല്ലൊരു അടിപൊളി ഡയലോഗ് ഒക്കെ പറഞ്ഞു. സോ എന്താണ് നിങ്ങൾ തിരിച്ച് നിതിനോട് ഇപ്പൊ എന്താ പറയാനുള്ളത്? അല്ല, ജോംസി നമ്മുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഇങ്ങനെ എടുത്ത് വരായിരുന്നു. അപ്പോഴേക്കും അത് ഓഫ് ആയില്ലേ? ഒന്നുകൂടി വെക്കണോ ആക്ട് ചെയ്യാനായിട്ട്? I
ഫാമിലി ഫോട്ടോ സെഷനാണ്. സോ എൻ്റെ ഫാമിലിയും Morning light breaking through the eastern hills. Just you and me, while the earth stands still. Dashboard dreams of what could be in the great unknown. We have no map, we got no plans, just open road. Say you'll stay with me forever, say you'll be my only love. We can make it through whatever, say you'll be my only love. In this day, we got the whole world at our feet. We'll take our time, yeah, we'll be who we wanna be. Under this sky, I'm so alive when you're with me. This open door, this empty page for the heart set free. ഇതിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഏറ്റവും വലിയ ഇതിൻ്റെ സ്ട്രെങ്ത് ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഫുള്ള് ഇപ്പോൾ സ്റ്റേജിലുണ്ട്. സോ ഇന്ന് ഒരു ദിവസത്തിൽ നമ്മുടെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം, പ്രത്യേകിച്ചും ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ദിവസത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും അടുത്ത സുഹൃത്തായ സ്റ്റെവിനെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. ഓക്കെ, അപ്പൊ ഞങ്ങളാണ് ഏറ്റവും പറയുന്നത് ഞങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് ഏറ്റവും വലിയ പരിപാടിയാണ്. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും പേരില്, ഓരോരുത്തരും ഈ നിൽക്കുന്ന എല്ലാവരുടെയും പേരില് ഞങ്ങളുടെ പ്രിയ മാളയ്ക്ക് ഒരുപാട് 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 വിവാഹ മംഗളാശംസകൾ. അപ്പൊ എല്ലാം നന്നാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. Say you'll stay with me forever, say you'll be my only love. We can make it through whatever, say you'll be my only love.
your head down here in the dark. From up above I heard the angels sing to me these words. And sometimes in your eyes I see the beauty in the world. Oh, now I'm floating so high, I blossom and die since you storm. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് ശംശയുടെ സുവിശേഷം. മണവാളനെ എതിരേൽക്കാൻ വിളക്കുമായി പുറപ്പെട്ട 10 കന്യകൾക്ക് സദൃശ്യമെന്ന്. സ്വർഗരാജ്യം അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകമതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങൾ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുകൂടി കേട്ടത് മണവാളൻ വരുന്നു. പുറത്തുനിന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവാൻ കന്യകമാരെല്ലാം ഉണർന്നെണീറ്റ് വിളക്കൊരുക്കി. എണ്ണ കരുതി ഒരുങ്ങി നിന്നവർ അദ്ദേഹത്തോടൊപ്പം വിളക്ക് തെളിച്ച് മംഗലാഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. നമ്മുടെ കർത്താവ് ശംശയ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രദർശനം കർത്താവ് ഞങ്ങളെ പ്രാർത്ഥനകളിൽ നിന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ദമ്പതികളെ സന്തോഷം സംതൃപ്തി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഉത്തമ സന്താനങ്ങൾ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഭാഗമെന്ന കുദാശ ഞങ്ങളെ ഒന്നാക്കിയത് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഞങ്ങൾ സദാ വളർത്തണമേ. ഞങ്ങൾ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിൽ ഐക്യത്തിനും ജീവിക്കുവാനും അത്യന്തം വരെ വിശ്വസ്തമായി വ്യാപരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാൻ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. Flock of birds hovering above, just a flock of birds